ഇവിടെ ഭയങ്കര കാറ്റും മഴയാണ്. ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും കാറ്റും മഴയായിരിക്കും. മീൻസ് കേരളത്തിൽ എല്ലായിടത്തും കാറ്റും മഴയാണെന്ന് എനിക്ക് തോന്നുന്നത്. 2-3 ദിവസമായിട്ട് ഭയങ്കര കാറ്റും മഴയാണ്. അപ്പോൾ ഇത്രയും കാറ്റ് വീശുന്നതുകൊണ്ട് നമ്മളൊരു കൂട്ടം വാഴയും അമ്പഴങ്ങയും കപ്പങ്ങ മരയില്ലേ അതെല്ലാം ഒടിഞ്ഞു വീണു കേട്ടോ. ഇനി ഇവിടെ പരിസരങ്ങളിലൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പോയിട്ടുണ്ടോ ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഇനി ഇവിടെ കപ്പങ്ങ മരവും അമ്പഴങ്ങ മരവും ഒക്കെ വീണതോടുകൂടി 1-1.5 ആഴ്ചയായിട്ട് കപ്പങ്ങക്കറിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കപ്പങ്ങ തോരൻ, കപ്പങ്ങ മെഴുക്കുരുട്ടിയത്, അരച്ചുവിട്ട്, മോര് കാച്ചി, ഇനി എന്തൊക്കെയാണ് ചോറിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ മതിട്ട് വരെ വയ്ക്കും. എന്താ അവസ്ഥയെന്നറിയാം. ഭാഗ്യത്തിനാണ് കപ്പങ്ങ അമ്പഴങ്ങ മാത്രം വീണ്. ആ വാഴക്കൂട്ടത്തിനകത്ത് പച്ചക്കായ ഉണ്ടായിരുന്നെങ്കിൽ ഇനി എല്ലാ ദിവസവും പച്ചക്ക അരച്ചിട്ടത്, പച്ചക്ക തോരൻ, പച്ചക്ക മെഴുക്കുരുട്ടി അങ്ങനെ പോയേനെ. മനുഷ്യനെ മടുപ്പിച്ചേനെ. അത് തന്നെ മനുഷ്യനെ മടുപ്പിച്ചേനെ. പിന്നെ വേറൊരു കാര്യം പറയാൻ വന്നത് എന്താണെന്നറിയോ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കപ്പ് എടുത്തുകൊണ്ട് പോന്നെ മാമിയുടെ വീട്ടിൽ നിന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നത്, സാധാരണ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ആരും കമൻറ്റ് ചെയ്യാറില്ല, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ അതൊന്നും ചെയ്യാറില്ല അധികം. ചിലപ്പോൾ എൻ്റെ വീഡിയോസ് 500 പേരെ കാണുള്ളൂ, ചിലപ്പോൾ 1000, 10,000 ഒക്കെ കണ്ട വീഡിയോസൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആരും കമൻറ്റ് ചെയ്യാറില്ല. പക്ഷേ ഇന്നലെ കണ്ട കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വിമർശിക്കുന്ന പോലെ. നിങ്ങളിങ്ങനെ എന്താ സാധാരണ ചെറിയ കുട്ടികളെ കണ്ടിരിക്കുന്നത്, ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അത് വേണം ഇത് വേണം നമ്മൾ വാശി പിടിച്ചെടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും പാരൻസ് അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ വലിയൊരാളെ കണ്ടിട്ടില്ലാന്ന്. ആക്ച്വലി ഞാൻ മാമിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമി എന്ത് സാധനം കൊണ്ടുവന്നാലും എനിക്ക് കൂടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തെന്ന് കൊണ്ടുവന്നത്, അപ്പോൾ ഒരു ഷൂ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്കത് പാകമല്ലായിരുന്നു. അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ആ കൂടെ പെർഫ്യൂം ഉണ്ടായിരുന്നില്ല, അതെല്ലാം എനിക്ക് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു, ഞാൻ വീഡിയോ ഇട്ട് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഇങ്ങനത്തെ കുരുപ്പുകളുണ്ടല്ലോ വേണമെന്ന് വാശി പിടിച്ച് നശിപ്പിക്കുന്നത്, അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ അങ്ങനത്തെ കുട്ടികളൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ, ആ കാണുന്ന കുട്ടിക്കൊന്നും അറിയില്ല. അപ്പോൾ കുട്ടികൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പാരൻസ് പറഞ്ഞ് മനസ്സിലാക്കണം. അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സാധാരണ ചെയ്യാറ്. ആ കമൻറ്റ് വളരെ കറക്റ്റാണ്. പിന്നെ ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്നെ തന്നെ തിരുത്താൻ പറ്റുള്ളൂ. ഞാനപ്പോൾ ചെയ്തത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങളിതുപോലെ അത് ആരാണെങ്കിലും അങ്ങനെ കമൻറ്റ് ചെയ്ത പോലെ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുമ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും വിമർശനങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയാലേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ അവരാ കമൻറ്റ് ഇട്ടതുകൊണ്ട് ഞാനത് തിരുത്തുവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ അങ്ങനത്തെ കുട്ടികളെ പ്രൊമോട്ടേ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ആരുടെ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ പോലും ഒരു സാധനം എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ അതൊക്കെയാണ് ശരി. നമ്മൾ ആരുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. കുട്ടികൾ അങ്ങനെ ചെയ്യുമ്പോൾ പാരൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാണ്ട് കണ്ടു ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ചോദിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നത് ശരിയേ അല്ല. ഞാൻ ആ കമൻറ്റ് ലാസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ വിമർശനം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയണം. എനിക്ക് മാത്രമേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ ബൈ.